ലക്ഷ്മീം ക്ഷീരസമുദ്രരാജതനയാം ശ്രീരംഗധാമേശ്വരീം ദാസീഭൂതസമസ്തലോകനിതാം ലോകൈകദേവാം ഗുരാം ശ്രീമന്മന്ദകടാക്ഷലബ്ധവിഭവബ്രഹ്മേന്ദ്രഗംഗാധരാം ത്വാം ത്രൈലോക്യകുടുംബിനീം സരസിജാം വന്ദേ മുകുന്ദപ്രിയാം. മഹാലക്ഷ്മീ നമഃ, മഹാസരസ്വത്യൈ നമഃ, ദുർഗാപരമേശ്വര്യൈ നമഃ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ ഈ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. സപ്തമസ്കന്ധത്തിലെ പഞ്ചമാധ്യായം, അഞ്ചാമത്തെ അധ്യായമാണ് നമ്മൾ അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. സുകന്യാചരിതം. തീർത്ഥത്തിൽ മുങ്ങി വന്ന 3 പേരും, അതായത് ദേവവൈദ്യന്മാരായ അശ്വിനി ദേവന്മാരും ച്യവനനും ഒരേ രൂപ സദൃശ്യമുള്ളവരായി തീർന്നു. അതിൽ തൻ്റെ ഭർത്താവ് ആരാണ് എന്ന് കണ്ടുപിടിക്കാൻ പ്രത്യക്ഷത്തിൽ കഴിയാത്ത സുകന്യ വിശ്വേശ്വരിയായ ജഗദംബയെ സ്തുതിക്കുന്ന ഭാഗങ്ങളെയാണ് നാം ഇന്നലെ അവലോകനം ചെയ്ത് നിർത്തിയത്. ഇപ്രകാരം ഭഗവതിയെ സുകന്യ സ്തുതിച്ചു. അവളുടെ സ്തുതി കേട്ട ത്രിപുരസുന്ദരിയായിട്ടുള്ള ദേവി അപ്പോൾ അവളുടെ ഹൃദയാന്തർഭാഗത്ത് ജ്ഞാനരൂപിണിയായിക്കൊണ്ട് പ്രകാശിച്ചു. പ്രായത്തിലും രൂപത്തിലും തുല്യരായ മൂവരെയും സതിയായ അവൾ അപ്പോൾ നിശ്ചയബുദ്ധിയോടെ നന്നായി നിരീക്ഷിച്ചിട്ട് തൻ്റെ ഭർത്താവിനെ തന്നെ അവൾ വരിച്ചു. ച്യവനനെ വരിച്ചു കഴിഞ്ഞപ്പോൾ ദേവന്മാർ ഇരുവരും സന്തുഷ്ടരായി തീർന്നു. അവളുടെ സതീധർമ്മത്തിലുള്ള ഉറപ്പ് കണ്ട അവർ അവൾക്ക് വരം നൽകി. ദേവീ പ്രസാദത്താൽ പ്രസന്നരായിട്ടുള്ള ദേവശ്രേഷ്ഠന്മാരെ ഇരുവരും സന്തുഷ്ടരായി തീർന്നു. 2 പേരും യാത്ര ചോദിച്ചു പോകാൻ ഒരുങ്ങി. അപ്പോൾ കാഴ്ചയും സൗന്ദര്യവും യൗവനവും ഭാര്യയും ഒക്കെ ലഭിച്ചതായിട്ടുള്ള ച്യവനഋഷി സന്തുഷ്ടനായി. മഹാ തേജസ്വിയായിട്ടുള്ള അദ്ദേഹം അശ്വിനി ദേവന്മാരോട് പറഞ്ഞു, ദേവശ്രേഷ്ഠന്മാരെ, നിങ്ങൾ എനിക്ക് ഇത്തരത്തിൽ വലിയ ഒരു ഉപകാരം ചെയ്തു. ഞാൻ എന്താ പറയുക? അത്യുത്തമമായിട്ടുള്ള ഈ കാരണം കൊണ്ട് എനിക്ക് എല്ലാവിധ സുഖവും നിങ്ങളുടെ അനുഗ്രഹത്താൽ ലഭിച്ചു. സുന്ദരിയായിട്ടുള്ള എൻ്റെ ഭാര്യയോടൊരുമിച്ച് ഓരോ ദിവസവും ഞാൻ ദുഃഖിതനായിരിക്കുകയായിരുന്നു. കാട്ടിൽ കഴിയുന്ന ഞാൻ അന്ധനും അത്യധികം വൃദ്ധനും ഒക്കെ ആയിരുന്നു. നിങ്ങൾ എനിക്ക് കാഴ്ച തന്നു, യൗവനം തന്നു, അത്ഭുതകരമായിട്ടുള്ള നല്ല സൗന്ദര്യങ്ങളൊക്കെ തന്നു. ഇത്രയുമൊക്കെ എനിക്ക് തന്ന് അനുഗ്രഹിച്ച് നിങ്ങൾക്ക് പ്രത്യുപകാരമായി എന്നാൽ കഴിയുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉപകാരം ചെയ്ത മിത്രത്തിന് ഒരുവന് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യണമെന്നല്ലോ ശാസ്ത്രം പറയുന്നത്. ഇത് ചെയ്യാത്ത മനുഷ്യൻ നിന്ദ്യനാവും. അതുകൊണ്ട് എന്നാൽ കഴിയുന്നതായിട്ടുള്ള ഒരു പ്രത്യുപകാരം നിങ്ങൾക്ക് ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് ആവശ്യപ്പെടാം. എന്നാൽ കഴിയുന്നതാണെങ്കിൽ ചെയ്യാം എന്ന് ച്യവനൻ അവരോട് പറയുന്നു. അത് കേട്ട അശ്വിനി ദേവന്മാർ ച്യവനനോട് പറയുകയാണ്, ഭഗവാൻ സൂര്യഭഗവാൻ ആണല്ലോ പിതാവ്. പിതാവിൻ്റെ അനുഗ്രഹത്താൽ ആഗ്രഹിച്ചതെല്ലാം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ ദേവന്മാരോടൊപ്പം സോമപാനം ചെയ്യാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ദേവവൈദ്യന്മാർ ആയതുകൊണ്ട് ദേവേന്ദ്രൻ ഞങ്ങൾക്ക് സോമപാനം നിഷേധിച്ചു. സുമേരു
പർവ്വതത്തിൽ വെച്ച് ബ്രഹ്മയജ്ഞം നടന്നപ്പോഴാണ് ദേവേന്ദ്രൻ അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് താപസോത്തമനായിട്ടുള്ള അങ്ങയ്ക്ക് കഴിയുമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്ന ഈ കാര്യം നേടിത്തന്നാലും. സോമപാനം നിഷേധിക്കപ്പെട്ടവരാണ് ഞങ്ങളെന്നറിഞ്ഞ് ഞങ്ങളെ അതിന് അർഹരാക്കി തന്നാലും. കാരണം അതിന് ഞങ്ങൾക്കും ആഗ്രഹമുണ്ട്. എങ്കിലും അത് സാധിച്ചെടുക്കാൻ എളുപ്പമുള്ള കാര്യമല്ല. കാരണം ഞങ്ങൾ സോമപാനത്തിൽ നിന്നും ഞങ്ങളെ വർജിതരാക്കിയിരിക്കുന്നത് ദേവാദിദേവനായിട്ടുള്ള ആ ഇന്ദ്രനാണ്. അപ്പോൾ ഇന്ദ്രൻ്റെ വാക്കുകളെ ലംഘിക്കാനായിട്ട് ഞങ്ങൾക്കോ സാധ്യമല്ല. അതുകൊണ്ട് അങ്ങയെക്കൊണ്ട് ഈ കാര്യം ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സോമപാനം ലഭിക്കാൻ എന്തെങ്കിലും ഉപായം ചെയ്തു തരണം എന്നാണ് ആവശ്യപ്പെട്ടത്. ചവനൻ പറഞ്ഞു, വൃദ്ധനായിട്ടുള്ള എന്നെ നിങ്ങൾ ഇത്രയും സൗന്ദര്യവും യൗവനവും ഉള്ളവനാക്കി തീർന്നു. അന്ധനായി എനിക്ക് കാഴ്ചശക്തി തന്നു. എല്ലാ സുഖഭോഗങ്ങളും ഇതായി സംസാരത്തിൽ എനിക്ക് നിങ്ങൾ തന്ന് അനുഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ദേവേന്ദ്രൻ നോക്കി ഞാൻ നിങ്ങളെ വളരെ സന്തോഷത്തോടെ സോമപാനത്തിന് അർഹരാക്കാം. ഞാൻ ഈ പറയുന്നത് സത്യമാണ് എന്നതാ അവരോട് വാക്കുകൊടുത്തു. ചവനൻ്റെ വാക്കുകളെ കേട്ട അശ്വിനി ദേവന്മാർ സന്തോഷിച്ച് അവിടെ നിന്നും ദേവലോകത്തിലേക്ക് തിരിച്ചുപോയി. ചവനൻ സുകന്യയെയും കൂട്ടി ആശ്രമത്തിലേക്കും തിരിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് പഞ്ചമ അധ്യായം ഇവിടെ അവസാനിച്ചത്. പക്ഷെ ഇവിടെ പറയാത്തതും ചില മഹാത്മാക്കൾ പറഞ്ഞു കേട്ടതുമായിട്ടുള്ള ഒരു കാര്യം കൂടി വിശദമാക്കി കൊണ്ടുപോകാം. ദേവിയെ സ്മരിച്ചു എന്നും ദേവിയുടെ അനുഗ്രഹത്താൽ ആ 3 പേരിൽ ആരാണ് തൻ്റെ ഭർത്താവ് എന്നുള്ളത് സുകന്യയ്ക്ക് അറിയാൻ കഴിഞ്ഞുവെന്നും അങ്ങനെ തൻ്റെ പതിയായിട്ടുള്ള ചവനനെ തന്നെ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുമാണ് ഇവിടെ ദേവി ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. മറ്റു ചില മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ളത് മഹാജ്ഞാനിയായിരുന്ന സുകന്യ 3 പേരെയും നോക്കി. അപ്പോഴാണത്രേ 2 കാര്യങ്ങൾ അവൾക്ക് അറിഞ്ഞിരുന്നത് ഓർമ്മയിൽ വന്നത്. ഒന്ന്, ദേവന്മാരാരും നമ്മളെപ്പോലെ മനുഷ്യരെ പോലെ കണ്ണുകളടക്കില്ല എന്നാണ് പറയണത്. കണ്ണുകൾ ചിമ്മില്ലാത്രേ. നിമി നമ്മളുടെ കൺപോളകളിൽ മനുഷ്യരുടെ കൺപോളകളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ കണ്ണടയ്ക്കുന്നതും തുറക്കുന്നതും എന്നൊക്കെ പറയുന്നുണ്ട്. ഒക്കെ നവമസ്കന്ധം ശ്രീമദ് ഭാഗവത പുരാണത്തിൽ വരുന്ന കഥയാണ്. അപ്പോൾ ഇത് മനുഷ്യർക്ക് മാത്രമേ ബാധകമുള്ളൂ. ദേവന്മാർക്ക് ബാധകമല്ലാത്തത് കൊണ്ട് ദേവന്മാർ ഒരിക്കലും കണ്ണ് അടക്കില്ല, കണ്ണ് തുറന്നിരിക്കും. അപ്പോൾ കണ്ണ് ചിമ്മുന്ന ആൾ മനുഷ്യനാണ്, തൻ്റെ ഭർത്താവാണ് എന്ന് നിരൂപിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. പിന്നെ വേറൊന്നുള്ളത്, ദേവന്മാരെ എന്തൊക്കെ തന്നെ ആയാലും അവർ ഭൂമിയിൽ പാദം തൊട്ട് നിൽക്കില്ല എന്നാണ് പറയണത്. ഭൂമിയിൽ നിന്നും 1 ഇഞ്ചെങ്കിലും മുകളിൽ എത്രയേ നിൽക്കുള്ളൂ, ഭൂമിയിൽ പാദം വയ്ക്കില്ല. ഇപ്പം നോക്കുന്ന 3 പേരിൽ 2 പേര് ഭൂമിയിൽ പാദം വയ്ക്കാതെയും ചവനൻ ഭൂമിയിൽ പാദം വെച്ചുകൊണ്ടും നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ 2 കൊണ്ട് സുകന്യയ്ക്ക് തൻ്റെ ഭർത്താവ് ചവനൻ ആരാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നും അങ്ങനെ ആ ചവനനെ വരിച്ചു എന്നും ചില മഹാത്മാക്കൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ പറഞ്ഞതല്ല ആ കാര്യം. എന്തായാലും സന്ദർഭോചിതമായിട്ട് ഒന്ന് സ്മരിച്ചു എന്ന് മാത്രം. ഏതായാലും ആ സുകന്യാചരിതം അവസാനിക്കുന്നില്ല, തുടർന്ന് കൊണ്ടുപോകുന്നുണ്ട്. ആ ഭാഗത്തിലേക്ക് നമുക്ക് നാളെ കടക്കാം. ഇതോടുകൂടി പഞ്ചമാധ്യായം ഇവിടെ പരിസമാപിക്കുന്നു. ശ്രീ മഹാദേവ്യൈ നമഃ.